സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ജോർദാനിൻ്റെ കിങ് അബ്ദുള്ള II കഴിഞ്ഞ ദിവസം ഗാസയിൽ ട്രൂപ്പിനെ അയക്കുന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ന്യൂയോർക്ക് ടൈംസിനോട് പറയുകയുണ്ടായി. അദ്ദേഹം അവിടെ പറഞ്ഞത് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം, പീസ് എൻഫോഴ്സിംഗ് ഗ്രൂപ്പിനെ അയക്കാൻ താല്പര്യമില്ല എന്നാണ്. പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇവർ UN അംഗീകാരം കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ട്രംപിനെ സംബന്ധിച്ച് 20 ഗ്യാരണ്ടേഴ്സാണ് ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. 64 രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും 20 രാജ്യങ്ങളാണ് ഗ്യാരണ്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 20 പോയിന്റ് പ്രോഗ്രാം നടപ്പാക്കുന്നതിലേക്ക് സൈനിക സഹായം നൽകാം എന്ന പേരിൽ ഒപ്പിട്ടിരിക്കുന്നത് 20 രാജ്യങ്ങളാണ്. അതിൽ ഈ അറബ് രാജ്യങ്ങളുണ്ട്, മറ്റു കുറച്ച് മുസ്ലിം രാജ്യങ്ങളുണ്ട്, കൂടാതെ ചില യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട്. അപ്പം നോമിനലായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ ട്രൂപ്സിനെ അയക്കുക. കൂടാതെ ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ആണ് കാര്യമായ പാർട്ടിസിപ്പേഷൻ. അമേരിക്ക ട്രൂപ്സിനെ അയക്കുകയില്ല. അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെ അമേരിക്ക ആർക്ക് വേണ്ടിയാണോ ഇത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനൊരു 20 പോയിന്റ് പ്രോഗ്രാം ഉണ്ടാക്കിയത് ആ രാജ്യങ്ങളിൽ നിന്ന്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ജോർദാൻ മുതലായ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് സൈനിക പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ, പട്ടാളക്കാരെ അയക്കണം എന്നുള്ളതാണ് അമേരിക്കൻ നിലപാട്. അമേരിക്കൻ ബൂട്ട്സ് വിൽ നോട്ട് ബി ദർ ഓൺ ദ പാലസ്റ്റീൻ സോയിൽ എന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്. അമേരിക്കൻ ബൂട്ട്സ് വിൽ നോട്ട് ബി ദർ ഓൺ ദ പാലസ്റ്റീൻ സോയിൽ. അതായത് അമേരിക്കൻ പട്ടാളക്കാരുടെ ഷൂസ് പാലസ്റ്റീൻ സോയിൽ പതികയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ 200 പട്ടാളക്കാർ ഓൾറെഡി ഉണ്ട്. ആ 200 പട്ടാളക്കാർ അവിടുത്തെ ഒരു സിവിൽ മിലിറ്ററി സെന്റർ എന്ന് പറയുന്ന ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. തോക്കെടുത്ത് ജോലി ചെയ്യാനല്ല അവരോട് വന്നിട്ടുള്ളത്. ബൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന തോക്ക് എന്ന് തന്നെയാണ്. അപ്പൊ അതിലേക്ക് അമേരിക്കക്കാരില്ല. അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടി ഈ പറയുന്ന ഫോഴ്സിനെ കൊടുക്കേണ്ട ജോലി അറബ് രാജ്യങ്ങൾക്കാണ്. ടർക്കി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മെമ്പറായിരുന്നു. ഇസ്രായേൽ ടർക്കിയുടെ പേര് വെട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുടെ രാജ്യങ്ങൾ ഇത് ചെയ്യണം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യങ്ങൾക്കൊന്നും ഒരു കൊള്ളാവുന്ന പട്ടാളം ഇല്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ജോർദാനെ സംബന്ധിച്ച് ജോർദാൻ രാജാവ് പറയുന്നത് അദ്ദേഹം പട്ടാളക്കാരെ അയക്കണമെങ്കിൽ അതൊരു പീസ് കീപ്പിംഗ് ഫോഴ്സിന് മാത്രമേ, പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം നിലനിൽക്കുന്നുണ്ട് എന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ജോലി മാത്രം ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പീസ് എൻഫോഴ്സിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘം അവിടെ സമാധാനം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സമാധാനം വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ആയുധം ഉപയോഗിച്ച് തന്നെ നേരിടേണ്ട സ്വഭാവമുള്ളവരാണ് പീസ് എൻഫോഴ്സിംഗ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ പീസ് എൻഫോഴ്സിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഞങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ഗാസയിലെ പോലീസിംഗ് ഞങ്ങളെ കൊണ്ട് ചെയ്യാനാവില്ല. ആ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാന്നുള്ളതാണ് പോലീസിംഗ്. ഞങ്ങൾക്കിവിടെ പോലീസിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിംഗ് അവിടെ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം. ഞങ്ങളത് വെറുതെ സൂപ്പർവൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതായത് അവിടെ പോലീസിംഗ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക മാത്രമേ ഉള്ളൂ. തോക്ക് ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, തോക്ക് ഞങ്ങൾ ഉപയോഗിക്കില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ അദ്ദേഹം അത് പറയുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയുന്ന കാര്യമാണ്. കാരണം ഈ പറയുന്ന ജോർദാൻ എന്ന രാജ്യത്ത് 3 മുതൽ 4 മില്യൺ വരെ എന്ന് പറഞ്ഞാൽ 30 മുതൽ 40 ലക്ഷം വരെ പാലസ്തീനികൾ താമസിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഈസ്റ്റ് ബാങ്ക് ഓഫ് ജോർദാൻ, ജോർദാൻ നദിയുടെ കിഴക്കൻ തീരം എന്ന് പറയുന്നത് ഈ ജോർദാൻ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ ജോർദാൻ നദിയുടെ കിഴക്കൻ തീരം എന്ന് പറയുന്നത് പഴയ ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന സ്ഥലമാണ്. നമുക്കറിയാവുന്ന പോലെ ഈജിപ്തിൽ നിന്ന് അവര് 40 വർഷത്തെ എക്സോഡസ്, പുറപ്പാടിന്റെ അന്ത്യത്തിൽ അവർ ആദ്യം എത്തിയത് ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്താണ്. അങ്ങനെ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് മോശ ഈ കനാൻ ദേശത്തേക്ക് എത്തി നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് അവിടെ ഈ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 1.5 ഗോത്രം അവിടെ തന്നെ തമ്പടിക്കുകയാണ് ചെയ്തത്. ഒരു ഗോത്രം, 1.5 ഗോത്രം അവിടെ, അത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ ആണെന്ന് മനസ്സിലാക്കി അവരവിടെ തന്നെ താമസിച്ചു കൊള്ളാം എന്ന് പറയുകയും പിന്നീട് ബാക്കിയുള്ള ഗോത്രങ്ങളാണ് ജോർദാൻ നദി ക്രോസ് ചെയ്ത് മറുഭാഗത്തേക്ക് വന്ന് കനാൻ ദേശത്ത് താമസമാക്കുകയും ചെയ്തത്. അപ്പോൾ വാഗ്ദത്ത ദേശം എന്നുള്ളത് ജൂദയ, സമേറിയ എന്ന ഒരു നിലയിലേക്ക് ഒതുക്കുവാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. ജോർദാന്റെ കിഴക്ക് ഭാഗം അവർ താമസിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നെങ്കിൽ കൂടി, അതൊരു വലിയൊരു ഭാഗമുണ്ട്, ജോർദാൻ രാജ്യത്തിന് വലിയൊരു ഭാഗമുണ്ട്, അത് അവർ താമസിച്ചിരുന്ന പ്രദേശങ്ങളാണെങ്കിൽ കൂടി അവർ ജൂദയ, സമേറിയ എന്ന് പറയുന്ന ഡെഫിനേഷനിൽ അത് പെടാത്തത് കൊണ്ട് അവർ അതിന് ക്ലെയിം വെക്കുന്നില്ല. പക്ഷെ അവിടെ അന്ന് ഈ 1948
ഈ രാജ്യങ്ങൾ വിഭജിച്ച സമയത്ത് അതും കൂടി ചേർത്താണ് പാലസ്തീനികൾക്ക് വേണ്ടി വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രദേശം ഇപ്പോഴും ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ പാലസ്തീനികൾ എന്ന് പറയുന്ന ഇപ്പോൾ ഈ ഇസ്രായേൽ പ്രദേശത്ത് താമസിക്കുന്ന ജൂദയ സെമേറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറബ് വംശജരോട് ബ്ലഡ് റിലേഷനുള്ള 3 മുതൽ 4 വരെ മില്യൺ, ദാറ്റ് മീൻസ് 30 മുതൽ 40 വരെ ലക്ഷം മനുഷ്യര് പാലസ്തീനോട് താമസിക്കുന്നുണ്ട്. ഈ ഇസ്രായേലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജൂദയ സെമേറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാലസ്തീനുകൾ അതേ സ്വഭാവം തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഈ സോക്കോൾഡ് പാലസ്തീനിക്ക് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ അബ്ദുള്ള II രാജാവിന്റെ കാര്യം പോക്കാവും. പുള്ളിയുടെ രാജ്യത്ത് ഭയങ്കര കലാപം ഉണ്ടാവും. ഇവന്മാരെ 1-2 അല്ല, ആകെ 1.34 കോടി ജനം വസിക്കുന്ന 1.14 കോടി ജനം വസിക്കുന്ന ജോർദാനിലെ 40 ലക്ഷത്തോളം ആളുകൾ പാലസ്തീനികളാണെന്ന് പറയുമ്പം ഏകദേശം 35% പാലസ്തീനികൾ അധിവസിക്കുന്ന രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കസേര തെറിപ്പിക്കാൻ ഇവര് ധാരാളം മതി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ പോയിട്ട് ഈ പാലസ്തീനികളോട് ഗുസ്തി പിടിക്കാൻ ഞങ്ങളില്ല, ഞങ്ങളുടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആവാനേ പറ്റുള്ളൂ, പീസ് എൻഫോഴ്സിംഗ് ഗ്രൂപ്പ് ആവാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആദ്യം ഇവിടെ ചെല്ലുന്ന ഈ ഫോഴ്സിന്റെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കലാണ്. അപ്പൊ ഈ പത്രപ്രവർത്തകൻ ഈ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത റിപ്പോർട്ടർ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം കുറച്ച് സമയത്തേക്ക് ഉത്തരവൊന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല അത് അമേരിക്കയോട് അവർ സമ്മതിച്ചതല്ലേ, ചെയ്യുമായിരിക്കും എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പൊ ചെയ്യലയോ എന്ന് നല്ല സംശയം ഇദ്ദേഹത്തിനുണ്ട്. കാരണം ഈ പറയുന്ന പാലസ്തീനികളെ ഏറ്റവും നന്നായി അറിയുന്ന ആള് ഈ അബ്ദുള്ള രാജാവൊക്കെ തന്നെയാണ്. കാരണം ഇവരുടെ രാജ്യത്ത് ഇവർ നിരന്തരമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പേരിൽ 1968 പാലസ്തീനിൽ യാസർ അറഫത്ത് അടക്കമുള്ള പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻകാരെ ചവിട്ടി പുറത്താക്കിയതും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള അബ്ദുള്ള രാജാവ് 1 ആണ്, അബ്ദുള്ള 1 രാജാവാണ്. അപ്പൊ അവർക്ക് അതിന്റെ കഥയും ചരിത്രമൊക്കെ അറിയുന്നതാണ്. എന്തായാലും ശരി, ഇദ്ദേഹം ഈ പറഞ്ഞത് ഈ അറബ് ദേശത്തു നിന്ന് വരാൻ സാധ്യതയുള്ള പീസ് കീപ്പിംഗ് ഫോഴ്സിലെ ആളുകളുടെ ഒരു പൊതു അഭിപ്രായമാണ് എന്ന് വേണം എടുക്കാൻ. കാരണം ഈ രാജാക്കന്മാരൊക്കെ തമ്മിൽ കുടുംബ ബന്ധങ്ങൾ തന്നെ ഉള്ളവരാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായിട്ട് സംസാരിക്കുന്നവരും പിന്നെ ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നവരുമാണ്. അപ്പൊ ഇത് സൗദി രാജാവിന്റെയും ഖത്തറിലിരിക്കുന്ന അമീറിന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പീസ് എൻഫോഴ്സിംഗ് ഗ്രൂപ്പ് ആവില്ല, ഞങ്ങൾ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആവും. ഈ പീസ് കീപ്പിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനാണ് അമേരിക്ക അവിടെ ഈ സിവിൽ മിലിറ്ററി സെന്റർ എന്ന് പറയുന്ന സാധനം തുറന്നിട്ടുള്ളത്. അമേരിക്ക ആ പണി ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. സൂപ്പർവൈസ് ചെയ്യേണ്ട പണി അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആര് എൻഫോഴ്സ് ചെയ്യും എന്നുള്ളതാണ്. ഈ എൻഫോഴ്സ് ചെയ്യാൻ ഈ ഹമാസിന്റെ ഇനി തോക്ക് പിടിച്ചു വാങ്ങി, മാത്രമല്ല ഈ പറയുന്ന ദേശത്ത് അശേഷം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരാണ്, കാട്ടുജീവികളാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവിടെ വാർലോഡ്സ് ഉണ്ട്. വാർലോഡ് എന്ന് പറഞ്ഞാൽ ഓരോരോ ചെറിയ ചെറിയ ഗോത്രങ്ങള്, ആ ഗോത്രങ്ങൾക്ക് ഒരു തലവനുണ്ടാവും, എല്ലാത്തിന്റെ കയ്യിലും തോക്കുണ്ടാവും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുക, വെടിവെക്കുക, കൊല്ലുക. എന്തിനാ ഇവിടെ ഇസ്രായേലിനകത്ത് താമസിക്കുന്ന പാലസ്തീൻ ഗോത്രങ്ങൾ, ഇസ്രായേൽ രാജ്യത്തിന്റെ വെസ്റ്റ് ബാങ്കിലല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് 10-15% ഈ പറയുന്ന പാലസ്തീനികളാണ്. അവർ ഇസ്രായേൽ പൗരന്മാരാണ്. അവർ ഇസ്രായേലിന്റെ ചില ഭാഗങ്ങളിൽ തിങ്ങിക്കൂടി താമസിക്കുന്നവരാണ്. അവരുടെ സ്ഥലങ്ങളിൽ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ തോക്കെടുത്ത് യുദ്ധം ചെയ്യാറുണ്ട്. അതിന്റെ പേരിൽ പല ആളുകളോട് കൊല്ലപ്പെടാറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്ന വാർത്തയൊന്നും പുറത്തു വരില്ല, കാരണം ഇവർക്ക് ഇത് സാധാരണ കാര്യമാണ്. അപ്പൊ ഇത് പിന്നെ ഈ ഗാസ റീജിയനിൽ ഇത് വലിയ തോതിലുണ്ട്. ഇത്തരം വാർലോഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നിയമങ്ങൾക്കും വിധേയരാവാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തോക്കെടുത്ത് വെടിവെക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, അതിന്റെ ഒരു നേതാവ്, അതിന്റെ പിന്നെ ഒരു 10, 200, 300, 400, 500 അണികള്, അവരുടെ കുടുംബങ്ങൾ, ഇതൊക്കെ കൂടെ ചേരുന്ന ഈ ഗോത്ര സ്വഭാവമുള്ള ഫൈറ്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതിലൊരു വലിയ ഗുണ്ടയായിട്ടാണ് ഈ ഹമാസ് അവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഗുണ്ടകളെ എല്ലാം ചവിട്ടി ഒതുക്കുന്ന ഒരു ഗുണ്ടയാണ്. ഇപ്പൊ ഈ ഹമാസ് എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് തലതാഴ്ത്തി പോവുകയാണെങ്കിൽ ഉടനെ ഈ ഗുണ്ടകളെല്ലാം അങ്ങോട്ട് തലവും. അപ്പൊ ഇവന്മാർ തമ്മിലാവും പിന്നെ അടുത്തടി. സോ പോലീസിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട് ദർ. നമ്മുടെ ഒരു രാജ്യത്തെ ഇവിടെ കേരളത്തിൽ ക്രമസമാധാനം പാലിക്കുന്നത് പോലെയോ ഇന്ത്യയിൽ ക്രമസമാധാനം പാലിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല ഇത്. ഇത് എല്ലായിടത്തും തോക്കും നടക്കുന്ന, വീട്ടില് തോക്ക് തലയിലടി വെച്ച് കിടന്നുറങ്ങുന്നത്, കുഞ്ഞു തോക്കൊന്നുമല്ല, AK-47 പോലത്തെ തോക്ക് തലയിലടി വെച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യര് മാത്രമുള്ള നാട്ടിലെ ലോ എൻഫോഴ്സ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ലോ എൻഫോഴ്സ് ചെയ്യാൻ ചെയ്യുന്നവന്റെ നെഞ്ചത്ത് ഏത് നിമിഷം വെടികയറും. അപ്പം അല്ലെങ്കിൽ അതുപോലെ നിൽക്കണം. ഇപ്പൊ ഹമാസ് ഇസ്രായേൽക്കാർക്ക് കളിക്കുന്ന അതേ കളി തന്നെയാണ് പാലസ്തീനിലുള്ളവർ പാലസ്തീനികളോട് കളിക്കുന്നത്. ഭയപ്പെടുത്തി നിർത്തുക. കാരണം ഈ കൂട്ടർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, വിവരവും സംസ്കാരവും ഇല്ലാത്തത് കൊണ്ട് ഭയം എന്നൊരു വികാരം മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഭയം മാത്രമേ അറിയത്തുള്ളൂ. പേടിപ്പിച്ച് നിർത്തുക, തല്ലി നിർത്തുക. അല്ലാതെ സ്വയം പോളിഷ്ഡ് ആയിട്ട് ഒരു സമൂഹത്തിന് വേണ്ട രീതിയിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ളത് ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. എല്ലാ സ്ഥലത്തും ഇസ്ലാമിക തീവ്രവാദി, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക തീവ്രവാദിയുടെ സ്വഭാവം ഇതാണ്. ഒന്നാമത് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എന്നിട്ട് സ്വയം പണ്ഡിതൻ എന്ന് വിളിച്ചു നടക്കും. യാതൊരു വിവരവും ഉണ്ടാവില്ല. പണ്ഡിതനാണെന്ന് സ്വയം വിശേഷിപ്പിക്കും. എന്നിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ക്രിയേറ്റീവായി വിനിയോഗിക്കേണ്ടതെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അവരുടെ വിചാരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുതുകത്ത് കുതിര കയറാനുള്ള അവരുടെ അവകാശമാണ് സ്വാതന്ത്ര്യം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്.
സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ളതാണ്, ബാക്കി ആർക്കും ഇല്ല. ബാക്കി എല്ലാവരും എന്നെ കുമ്പിടുകയാണെങ്കിൽ അതാണ് അവന്റെ സ്വാതന്ത്ര്യം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പറയുന്ന അവരുടെ മത നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും കുമ്പിടുക, നമ്മൾ പറയും, നിങ്ങൾ കേൾക്കും. അപ്പൊ ഇതേ കാര്യം ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ വാർലോഡ്സിന്റെ സ്ഥലമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി ജീവിക്കുന്നവരാണ്. വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല, ടോട്ടലി അൺസിവിലൈസ്ഡ്. മൃഗങ്ങളെ പോലെ. കരുത്തുള്ളവൻ നേതാവ്. ആർക്കാണോ ശാരീരികമായ കരുത്ത് അവൻ നേതാവ്. ജനാധിപത്യം എന്നത് എന്താണെന്ന് ഈ കൂട്ടർക്ക് അറിയില്ല. അപ്പൊ ഇത് എൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല എന്നാണ് ഇപ്പൊ അറബ് രാജ്യങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ തന്നെ ഈ പീസ് കീപ്പിംഗ് ട്രീറ്റി എവിടെ വരെ എത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഈ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ അവരുടെ ഒന്നാമത്തെ സ്റ്റേജ്, അതായത് ഡെഡ് ബോഡികൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ പണി ഇതുവരെ നടന്നിട്ടില്ല. തിങ്കളാഴ്ച ഒരു ഡെഡ് ബോഡി കൂടി അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ട ഡെഡ് ബോഡികളുടെ എണ്ണം 12. അപ്പൊ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും ടീമുകൾ അവിടെ കടന്നിട്ടുണ്ട്. അപ്പം 7 മുതൽ 9 വരെ ബോഡികൾ എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി അറിയാം. അത് ഉടനെ തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇസ്രായേൽ 4 ദിവസം മുന്നേ പറഞ്ഞത്. 10 ഡെഡ് ബോഡികൾ അവരുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഡെഡ് ബോഡിയും ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. അപ്പം ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല അവർ ഇത്രയും കാലം ഇവരോട് ഈ 2 കൊല്ലം പതുക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതെന്നും നമുക്കറിയാം. കാരണം അവരുടെ ഈ ബന്ദികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് അവരെ പണി തീർത്തേനെ. ഇവർ പിടിച്ചോണ്ട് പോയ ബന്ദികൾ കാരണമാണ് ഈ 2 വർഷം ഇസ്രായേൽ അവിടെ യുദ്ധം ചെയ്തിട്ട് മുഴുവൻ ആളുകളെയും അവർക്ക്, അല്ലെങ്കിൽ മുഴുവൻ ഹമാസിനെയും അവർ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയത്. അവരുടെ ബന്ധികളെ ഓർത്താണ്. പക്ഷേ അവരുടെ ബന്ധികൾ എവിടെയാണെന്നും ഒക്കെ അവർക്ക് കൃത്യം അറിയാം. കാരണം ബന്ധികൾ ഇരിക്കുന്ന പടക്കങ്ങളുടെ നടുക്കായതുകൊണ്ട് ഇസ്രായേലിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രക്ഷിക്കാൻ ഏത് ശ്രമം നടത്തിയാലും ആ നിമിഷം പടക്കം പൊട്ടിച്ച് അവരുടെ ബന്ധികളെ ഇവർ കൊന്നുകളയും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ബന്ധികളെ രക്ഷിക്കാൻ കഴിയാതെ പോയതാണ്. ഇപ്പോഴവർക്ക് ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടി. ഇനി ഡെഡ് ബോഡികളുടെ വിഷയമാണ്. അപ്പം ഒരു ഡെഡ് ബോഡി തിരിച്ചു കൊടുത്തു. 9 ഡെഡ് ബോഡികളുടെ ലൊക്കേഷൻ അറിയാം, അത് ചെയ്തു. അപ്പൊ ഇസ്രായേൽ പറഞ്ഞാൽ 10 കണക്കായി. ഇനി ബാക്കി 3 എവിടെ? അപ്പൊ ബാക്കി 4 എവിടെ? അപ്പം ഈ പറയുന്ന ഇനി ബാക്കി 2 എവിടെ? 2 ഇനി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. 2 കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡെഡ് ബോഡികളും എണ്ണി മേശപ്പുറത്ത് വയ്ക്കാതെ കാര്യം നടക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന പീസ് കീപ്പിംഗ് ട്രൂപ്പിലേക്കോ, അല്ലെങ്കിൽ പീസ് എൻഫോഴ്സിംഗ് ട്രൂപ്പിലേക്കോ, അല്ലെങ്കിൽ വെറും ട്രൂപ്പിലേക്കോ, ഏത് ട്രൂപ്പിലേക്ക് വേണമെങ്കിൽ കിടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് വി നീഡ് ദാറ്റ് ഡെഡ് ബോഡീസ് എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അപ്പൊ അതവിടെ നിൽക്കുന്നു. അതിനിടയിലൂടെ ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്മോട്രിച്ച് ഒരു കമന്റ് പറഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന പാലസ്തീന എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അറബ് അക്കോർഡിൽ ഒപ്പിടാമെന്നാണ് സൗദി അറേബ്യ പറയുന്നതെങ്കിൽ നിങ്ങൾ അറബ് അക്കോർഡിൽ ഒപ്പിടണ്ട. നിങ്ങൾ അറബ് അക്കോർഡിൽ ഒപ്പിട്ടിട്ട് യാതൊരു അത്യാവശ്യവും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഒട്ടകത്തെയും മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടി നടക്കുന്ന ആ പരിപാടി അങ്ങ് തുടർന്നുകൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങൾ അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ടാൽ അതിന്റെ മെച്ചം നിങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളുടെ ടെക്നോളജികളുടെ ഒരു പങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് വലിയ ഫൈനാൻഷ്യൽ എൻഹാൻസ്മെന്റ്, മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അത് വേണ്ടെന്ന് വെക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ പാലസ്തീൻ രാജ്യം അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് വേണ്ടുവെങ്കിൽ നിങ്ങളത് വേണ്ടതേ, നിങ്ങൾ ഒപ്പിടണം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യം ആവശ്യമില്ല. ഇത് വലിയ ഒച്ചപ്പാടായിട്ടുണ്ട്. ഒച്ചപ്പാടായി അദ്ദേഹത്തോട് അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഇസ്രായേലിൽ തന്നെ വലിയ പ്രഷർ ഉണ്ടായി. അവസാനം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ കമന്റ് പറഞ്ഞത്. ഈ കമന്റ് അദ്ദേഹം അവസാനം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സാധാരണ ഇസ്രായേൽക്കാരന്റെ മനസ്സാണ് എന്ന് തിരിച്ചറിയണം. അവിടെയുള്ളവരെ സംബന്ധിച്ച് ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ച് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന്റെ ഇല്ലായ്മ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം ഫോം ചെയ്യുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ശരിയായി വരും, നല്ല രീതിയിൽ വരും എന്നതിന്റെ പേരിൽ അവിടെ ഒരു പാലസ്തീൻ അംഗീകരിച്ചു കൊടുക്കുവാൻ ഒരു തരത്തിലും ഇസ്രായേൽക്കാർ തയ്യാറില്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവര് ഈ പാലസ്തീൻ അംഗീകരിക്കാതെ ഈ പറയുന്ന ഗാസയും വെസ്റ്റ് ബാങ്ക് റീജിയണും ഒക്കെ ഇസ്രായേലിന്റെ ഭാഗമാക്കി അവിടെ താമസിക്കുന്നത് എന്ത് ചെയ്യും? അവിടെ താമസിക്കുക ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ തന്നെ ഈ ഇസ്രായേലില് 10% മേലെ അറബികൾ താമസിക്കുന്നുണ്ട്. പാലസ്തീൻ അറബികൾ ഇസ്രായേലിന്റെ നിയമം പാലിച്ച് ജനാധിപത്യ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജനാധിപത്യ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാം. അവരെ ആരും ഒന്നും ചെയ്യില്ല. ദേ ക്യാൻ ലിവ് ദർ. കാരണം ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ആരെങ്കിലും ചവിട്ടി പുറത്താക്കുന്ന രാജ്യമല്ല. ഈ മതത്തിന്റെ പേരിൽ ബാക്കിയുള്ളവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന, കഴുത്തറത്ത് കൊല്ലുന്ന ശീലമൊന്നും ലോകത്തിൽ വേറെ ഒരു ജനതയ്ക്കുമില്ലെന്ന് ഈ കൂട്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അവർ ചെയ്യുന്ന പണി അതായതുകൊണ്ട് ലോകത്തിൽ എല്ലാവരും അവരോട് അത് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ലോകത്തിൽ വേറെ ആരും ഈ പണി ചെയ്യാറില്ല. ലോകത്തിൽ എല്ലാവരും മറ്റു മനുഷ്യരോട് ഒന്നിച്ച് എങ്ങനെ സമരസപ്പെട്ട് ജീവിക്കാം എന്നുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എപ്പോഴും പഠിക്കുന്നത്. കൂടുതൽ സഹവർത്തിത്വമാണ് കൂടുതൽ സിവിലൈസേഷന്റെ, അല്ലെങ്കിൽ കൂടുതൽ സംസ്കൃതിയുടെ ലക്ഷണം എന്നാണ് ലോകം എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അസഹിഷ്ണുത എന്ന് പറയുന്ന
പറയുന്നത് മൃഗസ്വഭാവമാണ്, കാടത്തമാണ്, അങ്ങേയറ്റത്തെ മൃഗചിന്തകളുള്ളവർ മാത്രമാണ് മറ്റുള്ളവനെ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുവാൻ അനുവദിക്കുകയില്ല എന്ന് വിളിച്ചു പറയുന്നതെന്ന് ലോകത്തിലെ എല്ലാ സാംസ്കൃതിക ചിത്തർക്കും അറിയാം. കണ്ണു തുറക്കപ്പെടാത്ത ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് അത് തിരിച്ചറിയാനായി എന്ന് വരികയില്ല.